ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള ജേർണലിസ്റ്റിക് പ്രാക്ടീസസിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ്. മൊഡ്യൂളിൻ്റെ പേര് കോൺസെപ്റ്റ് ഓഫ് ന്യൂസ് പേപ്പർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂസ് സ്റ്റോറി സ്ട്രക്ചറാണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഒരു വാർത്തകൾ എഴുതുന്ന രീതികൾ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ രീതിയാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. The inverted pyramid style is popular and traditional style of news writing where the most important information is presented at the beginning of the article followed by supporting details and background information. അതായത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാർത്തകൾ എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇൻവേർട്ടഡ് ആയിട്ട് തലതിരിഞ്ഞ് കിടക്കുന്ന ഒരു പിരമിഡിൻ്റെ. അതിൽ 3 സെക്ഷനുകളാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് ആണ്. അതായത് മോസ്റ്റ് ന്യൂസ് വർത്തി ഇൻഫോ. 5W1H എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓൾറെഡി നമുക്കറിയാം. ഒരു ന്യൂസിൻ്റെ എലമെൻറ്റുകളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 5W1H എന്ന് പറയുന്നത്. ഹൂ, വാട്ട്, വെൻ, വേർ, വൈ, ഹൗ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതാണ് ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ്. എന്താണോ നമ്മളുടെ ന്യൂസ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഡീറ്റെയിലുകളാണ് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ നൽകുന്നത്. മൂന്നാമത്തെ സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് അതർ ജനറൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അതിൽ ആ ന്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക. ഒന്നാമത്തത് ലീഡ് എന്ന് വിളിക്കും. അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്ന മോസ്റ്റ് ന്യൂസ് വർത്തി ഇൻഫോ എന്ന് പറയുന്ന, അതല്ല എന്നുണ്ടെങ്കിൽ ബിഗിനിങ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ പാരഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ലീഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഫസ്റ്റ്, അതായത് ലീഡ്, ഫസ്റ്റത്തെ പാരഗ്രാഫ്. ആ പാരഗ്രാഫിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ലീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെ ഒരു എക്സാമ്പിൾ ലീഡ് നമ്മൾ നൽകിയിട്ടുണ്ട്. എ പവർഫുൾ എർത്ത്ക്വേക്ക് സ്ട്രക്ക് ദ സിറ്റി ഓഫ് ജക്കാർത്ത ഓൺ മൺഡേ കോസിങ് വൈഡ് സ്പ്രെഡ് ഡാമേജ് ആൻഡ് ലീവിങ് തൗസൻഡ്സ് ഓഫ് ഹോംലെസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ജക്കാർത്ത എന്ന് പറയുന്ന സ്ഥലത്ത് മൺഡേയിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നു, പവർഫുള്ളായിട്ടുള്ള എർത്ത്ക്വേക്ക് ഉണ്ടാകുന്നു. അത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള വളരെ ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. പല ആളുകൾക്കും, ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് പാർപ്പിടങ്ങൾ, വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ്. അതാണ് ലീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബോഡി അഥവാ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാരഗ്രാഫാണ്. രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ പറയുന്നത്, ആഫ്റ്റർ ദി ലീഡ് ദ നെക്സ്റ്റ് സെക്ഷൻ പ്രൊവൈഡ്സ് അഡീഷണൽ ഡീറ്റെയിൽസ് ദാറ്റ് സപ്പോർട്ട് ഓർ എക്സ്പ്ലെയിൻ ദ മെയിൻ പോയിന്റ്. അതായത് ഫസ്റ്റത്തെ പാരഗ്രാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാരഗ്രാഫ് ആയിരിക്കും, അതായത് ബോഡി അഥവാ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ എർത്ത്ക്വേക്ക് മെഷറിംഗ് 7.2 ഇൻ റിച്ചർ സ്കെയിൽ ഹിറ്റ് അറ്റ് 4:30 AM ലോക്കൽ ടൈം. അതായത് 4:30 മണിക്ക് എന്താണ് 7.2 റിച്ചർ സ്കെയിലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എർത്ത്ക്വേക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്നു. എമർജൻസി റെസ്പോൺസ് ടീംസ് ഹാവ് ബീൻ ഡിസ്പാച്ച്ഡ് ടു ദ അഫക്റ്റഡ് ഏരിയാസ്. എമർജൻസി ടീം എന്ത് ചെയ്യുന്നു, ഡിസ്പാച്ച്ഡ് ഏരിയാസിൽ പെട്ടെന്ന് തന്നെ എത്തുന്നു എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതാണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ്, അതായത് ബോഡി എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആണ്. അതായത് അതിനെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം. കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്, കൺക്ലൂഷൻ അഥവാ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. ജക്കാർത്ത ഈസ് ലൊക്കേറ്റഡ് ഓൺ എ ഫാൾട്ട് ലൈൻ ആൻഡ് ഹാസ് എക്സ്പീരിയൻസ്ഡ് സെവറൽ എർത്ത്ക്വേക്സ് ഇൻ ദ പാസ്റ്റ് ഡീക്കേഡ്. ത്രൂ ദിസ്
വൺ ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഇൻ റീസെൻറ്റ് മെമ്മറി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ജക്കാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എർത്തുകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന സ്ഥലങ്ങളാണ്. മാത്രമല്ല ഇതൊരു പാസ്റ്റ് ഡേക്കേഡിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു എർത്തുകേക്കാണ് ഇന്ന് സംഭവിച്ചത് എന്ന് പറയുന്നത്. അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, മുന്നേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ മെൻഷൻ ചെയ്യുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാക്കിയിട്ട് തരംതിരിക്കാം. നമ്മൾ നേരത്തെ നോക്കി, ഒന്നാമത്തത് മോസ്റ്റ് ന്യൂസ് വർത്തി ഇൻഫോ, അതായത് അതിനെ ലീഡ് എന്ന് വിളിക്കാം. രണ്ടാമത്തേത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത്, അതിനെ ബോഡി എന്ന് വിളിക്കാം. മൂന്നാമത്തത് അതർ ജനറൽ ഇൻഫർമേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോ, അതായത് അതിനെ കൺക്ലൂഷൻ എന്ന് വിളിക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നുള്ളതാണ്. എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിനുള്ളത്? ഒന്ന് ക്വിക്ക് ഇൻഫർമേഷൻ ഡെലിവറി എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു 5W1H എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മോഡേൺ ഇറയിൽ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ന്യൂസ് റീഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് എല്ലാ ന്യൂസുകളും കംപ്ലീറ്റ് വായിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഫസ്റ്റത്തെ പാരഗ്രാഫ് തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ന്യൂസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ക്വിക്ക് ഇൻഫർമേഷൻ ഡെലിവറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, ഈസി ടു കട്ട് എന്നുള്ളതാണ്. ഈസി ടു കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ന്യൂസ് വായിച്ചിട്ട്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ കോറായിട്ടുള്ള എന്താണോ മെസ്സേജ് എന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും സാധിക്കും, അടുത്ത ന്യൂസിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എഡിറ്റേഴ്സ് ക്യാൻ ഈസിലി ഷോർട്ടൻ ദ സ്റ്റോറി ഇഫ് നീഡഡ് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ ഒരു എഡിറ്റേഴ്സിന്, വാർത്ത എഡിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ന്യൂസ് വളരെ ഷോർട്ടാക്കിയിട്ട് അല്ലെങ്കിൽ വേണ്ട ഇൻഫർമേഷൻസ് മാത്രം നൽകിക്കൊണ്ട് ഒരു ന്യൂസുകൾ ഷോർട്ടാക്കാൻ വരെ ഏതിലൂടെ സാധിക്കും, ഇൻവേർട്ടഡ് പിരമിഡിലൂടെ സാധിക്കും. അതിനെയാണ് ഈസി ടു കട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തെന്താണ്, എഫിഷ്യൻറ്റ് ടു ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ളതാണ്. ബ്രേക്കിംഗ് ന്യൂസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ നടക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ്, നമ്മൾ ലൈവ് ന്യൂസുകളെന്നൊക്കെ പറയാറുണ്ടല്ലോ, അത്തരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. Inverted pyramid is particularly effective for breaking news stories where delivering the most critical information immediately is a priority. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ന്യൂസ് നൽകുന്നത് കൊണ്ട് 5W1H ലീഡ് ബോഡി കൺക്ലൂഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്കത് ഡെലിവറി ചെയ്യാൻ, അത് റീഡേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൻ്റെ ഒരു നെഗറ്റീവ്സുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റുകൾ എന്നുള്ളതാണ്. ക്യാൻ ബി റിപ്പീറ്റീവ് എന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. സംടൈംസ് ദ ഇൻവേർട്ടഡ് പിരമിഡ് ലീഡ്സ് ടു റിപ്പീറ്റേഷൻ ബിക്കോസ് ദ കീ ഫാക്ട്സ് ആർ സ്റ്റേറ്റഡ് അപ്പ് ഫ്രണ്ട് ആൻഡ് സിമിലർ ഡീറ്റെയിൽസ് മേ ബി റിപ്പീറ്റഡ് ലേറ്റർ ഇൻ ദ ആർട്ടിക്കിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരും. ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ പറഞ്ഞ തന്നെ ചിലപ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യേണ്ടി വരും, അടുത്ത പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ലെസ് എൻഗേജിങ് എന്നുള്ളതാണ്. ലെസ് എൻഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡേഴ്സിന് സിൻസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ഈസ് ഗിവൻ ദ റൈറ്റ് അറ്റ് ദ സ്റ്റാർട്ട്. അതായത് ആ ഒരു ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ സമയത്ത് തന്നെ എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ദ ആർട്ടിക്കിൾ മേ ലൂസ് ദ അപ്പീൽ ടു ആസ് ഇറ്റ് പ്രോഗ്രസസ്. ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തടസ്സപ്പെടുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഫസ്റ്റത്തെ ലീഡിൽ തന്നെ പറയുന്നത് കൊണ്ട് ബാക്കിയുള്ള പാരഗ്രാഫിൽ അതിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം റീഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, മേ സ്റ്റോപ്പ് റീഡിങ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഫ്യൂ സെൻറ്റൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സെൻറ്റൻസുകൾ തന്നെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ റീഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ന്യൂസിലോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്നുള്ളതാണ്. ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിത്രം കാണിച്ചിട്ട് ഇവിടെ താഴെ ചിത്രം കൊടുത്ത് കണ്ട ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ്. അതായത് നമ്മളൊരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലും
അതിനെ പിരമിഡ് സ്റ്റൈലും കൂടി രൂപീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു മോഡേൺ രീതിയിലുള്ള ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെയധികം ഉപയോഗിക്കുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. 3 രീതികളിലാക്കിയിട്ടാണ് അതിനെ തിരിക്കുന്നത്. ടോപ്പ് സെക്ഷൻ, രണ്ടാമത്തത് ദ ടേൺ, മൂന്നാമത്തത് ബോട്ടം സെഷൻ. ഇങ്ങനെ 3 രീതികളിലായിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തെ ടോപ്പ് സെഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടോപ്പ് സെഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ തന്നെയായിരിക്കും അത് തുടങ്ങുക. അതായത് ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അത് പറഞ്ഞിട്ടായിരിക്കും ടോപ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിൽ പറയുന്ന പോലെ അതിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും? ഹൂ, വാട്ട്, വെൻ, വെർ, വൈ, ഹൗ. 5W1H എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ, ഒരു ന്യൂസിൻ്റെ ലീഡുകൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടേൺ ആണ്. അതായത് ദ ട്രാൻസിഷൻ പോയിൻ്റ് എന്നാണ് അതിന് വിളിക്കുന്നത്. അതായത് ആഫ്റ്റർ ദ മെയിൻ ഫാക്ട് ആർ പ്രസൻറ്റഡ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദർ ഈസ് എ ട്രാൻസിഷൻ പോയിൻ്റ് ഇൻ ദ ആർട്ടിക്കിൾ. അതായത് ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനെ ഒന്നുകൂടി അതിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ട്വിസ്റ്റ്, ഒരു ടേൺ അതിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. വിച്ച് ഷിഫ്റ്റ് ദ സ്റ്റൈൽ ഫ്രം സ്ട്രൈറ്റ് ഫോർവേഡ് റിപ്പോർട്ടിംഗ് ടു മോർ നെറേറ്റീവ് അപ്രോച്ച്. കുറച്ചും കൂടി നെറേറ്റീവ് അപ്രോച്ച്, കുറച്ചും കൂടി വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ടേണിംഗ് പോയിന്റുകൾ കൊണ്ടുവരുന്നതാണ് ഏതെന്ന് പറയുന്നത് രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്ന ട്രാൻസിഷൻ പോയിന്റ് അഥവാ ദ ടേൺ എന്ന് പറയുന്നത്. അപ്പോഴേ അത് എന്തായിട്ട് മാറുന്നുള്ളൂ? ഒരു ഹവർ ക്ലാസ് സ്റ്റൈലായിട്ട് മാറുന്നുള്ളൂ. ആൻഡ് തേർഡ് പോയിന്റ് നോക്കുക, ടോപ്പ് സെക്ഷൻ എന്നുള്ളതാണ്. അതായത് ക്രൊണോളജിക്കലായിട്ടുള്ള നെറേറ്റീവ് ആയിരിക്കും ഇതിൽ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലെസ്സായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം, അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. താഴെ ഒരു അവർ ക്ലാസ് സ്റ്റൈലിൻ്റെ ഒരു ഇമേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻവേർട്ടഡ് സ്റ്റൈലിൽ നിന്ന് വരുന്നു, പിന്നെ ടേണിങ് സംഭവിക്കുന്നതും, പിന്നെ നരേറ്റീവായിട്ട് മൊത്തം വിശദീകരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ഒരു രീതിയായിരിക്കും തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ആർട്ടിക്കിൾ ദ സ്റ്റോറി ഈസ് ടോൾഡ് ഇൻ എ മോർ ഡീറ്റെയിൽഡ്. അത് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ആ സ്റ്റോറി എന്ത് ചെയ്യും? മോർ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒരു ക്രൊണോളജിക്കൽ ഓർഡറായിട്ട് അത് പറയുന്നു. ദിസ് പാർട്ട് പ്രൊവൈഡ്സ് എ നെറേറ്റീവ് ഫ്ലോ. ഒരു നെറേറ്റീവായിട്ട് ഒരു നെറേഷൻ കൊടുത്തുകൊണ്ടുള്ള വിശദീകരിച്ചത് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കും ഇതിൽ പറയുന്നത്. മാത്രമല്ല ഡിസ്ക്രൈബിങ് ഇവൻറ്റ്സ് ആസ് ദ അൺഫോൾഡഡ് ഇൻക്ലൂഡിങ് പേഴ്സണൽ എക്സ്പീരിയൻസ്, കോട്ടുകൾ, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓരോ ആളുകളുടെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ എഴുതുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ഹവർ ക്ലാസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്തത് എലമെൻറ്റ്സ് ഓഫ് ന്യൂസ് സ്റ്റോറി എന്നുള്ളതാണ്. എലമെൻറ്റ്സ് ഓഫ് ന്യൂസ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5W1H എന്നുള്ളതാണ് ഒരു ന്യൂസിൽ ഉൾപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ. 5W1H എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഹൂ എന്ന് പറയുന്നത്. ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആര് എന്നുള്ളതാണ്. അതായത് ദ ഐഡൻറ്റിഫൈസ് ദ പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ സ്റ്റോറി. ആരെല്ലാമാണ് ഈ വാർത്തയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ ഗ്രൂപ്പുകളാണ്, ഏതൊക്കെ പേഴ്സൺസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഹൂ എന്ന് പറയുന്നത്. Knowing who is involved to help the readers understand the key players of or affected parties in the event. അതായത് ഹൂ എന്ന് പറയുന്ന ആൾ ആരാണ് ഈ ന്യൂസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും റീഡേഴ്സിന് എന്ത് ചെയ്യുന്നു? അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തത് എന്താണ്? വാട്ട് എന്നുള്ളതാണ്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്ത് എന്നുള്ളതാണ്. ദിസ് എക്സ്പ്ലെയിൻസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. എന്താണ് ആ സ്റ്റോറിയിൽ സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുന്നതാണ് വാട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ വാർത്തയിൽ സംഭവിച്ചിട്ടുള്ളത്, എന്ത് ഇവൻറ്റുകളാണ്, ആക്സിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വാട്ട് എന്ന് പറയുന്ന സെഷനിൽ പറയുന്നത്. മൂന്നാമത്തെ വെൻ എന്നുള്ളതാണ്. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എപ്പോഴെന്നുള്ളതാണ്. ദിസ് ടെൽസ് ദ റീഡേഴ്സ് ദ ടൈം ഓർ ഡേറ്റ് ഓഫ് ദ ഇവൻറ്റ്. എപ്പോഴാണ്, ഏത് ദിവസമാണ്, ഏത് സമയത്താണ് സംഭവിച്ചത് എന്ന് പറയുന്ന സെഷനാണ് എന്ത് പറയുന്നത്? വെൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ആഴ്ച മുമ്പ് നടന്ന സംഭവം അല്ലെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് എന്നൊക്കെ പറയുന്നതാണ് വെൻ എന്ന് പറയുന്നത്. നാലാമത്തത് വേർ എന്നുള്ളതാണ്. വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് പ്രൊവൈഡ്സ് ദ ലൊക്കേഷൻ ഓർ ദ ഇവൻറ്റ്. എവിടെ വെച്ചിട്ടാണ് സംഗതി സംഭവിക്കുന്നത്? മലപ്പുറം എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഏത് സ്പെസിഫൈ ചെയ്തിട്ട് ഏത് സ്ഥലത്താണ് ഈ സ്റ്റോറി സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നതിനെയാണ് വേർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോക്കൽ റീഡേഴ്സിന്, അതായത് പ്രാദേശികമായിട്ട് പത്രം വായിക്കുന്ന ആളുകൾക്ക് നമ്മളെ നാട്ടിൽ നടന്നുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ
നമ്മൾ സ്ഥലം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ് വൈ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ദിസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഓർ കോസ് ബിഹൈൻഡ് ദ ഇവൻറ്റ്. അതായത് ഒരു വാർത്ത സംഭവിക്കാനുണ്ടായ കാരണം എന്ത്, അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ്, ഒരു ഇവൻറ്റ് നടക്കാനുള്ള കാരണം എന്ത് എന്ന് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് വൈ എന്ന് പറയുന്നത്. അടുത്തത് ഹൗ എന്നുള്ളതാണ്. ഹൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്. ദിസ് ഡിസ്ക്രൈബ്സ് ദ പ്രോസസ് ഓർ മെത്തേഡ് ബൈ വിച്ച് ദ ഇവൻറ്റ് ഒക്കേർഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്, ഇങ്ങനെയൊരു ന്യൂസ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവൻറ്റ്, ഇങ്ങനെ വാർത്ത ഉണ്ടാവാനുള്ള കാരണം എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യപിച്ച് വാഹനം ഓടിച്ചപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നതാണ് ഹൗ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, അതായത് ദ ഹൗ പ്രൊവൈഡ്സ് ദ ഡീറ്റെയിൽ അക്കൗണ്ട് ഓഫ് ഹൗ ദ ഇവൻറ്റ് അൺഫോൾഡഡ് ഓർ ഹൗ ഇറ്റ് വാസ് ക്യാരിഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ വാർത്ത സംഭവിക്കാൻ ഇടയായത് എന്ന് കൃത്യമായിട്ട് പറയുന്നതാണ് ഹൗ എന്ന് പറയുന്നത്. അടുത്തത് ലീഡുകളെ കുറിച്ചിട്ടാണ്. ലീഡ്, ഇൻട്രോ. അതായത് ഒരു വാർത്തയുടെ ആദ്യത്തെ സെഷനാണ് നമ്മൾ ലീഡ് എന്ന് ഞാൻ പറഞ്ഞു. ആ ലീഡാണ് നമ്മൾ പറയുന്നത്. എത്ര തരത്തിലുള്ള ലീഡുകളുണ്ട്, അതൊക്കെ ഏതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ലീഡ് എന്ന് ലീഡ് ടൈപ്സ് ഓഫ് ലീഡുകളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ സമ്മറി ലീഡ് എന്നുള്ളതാണ്. സമ്മറി ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വേർഡ്സിന് താഴെയാക്കി പറയുന്ന, ഓഡിയൻസിന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ 5W1H എന്ന് പറയുന്നത് വളരെ സിമ്പിളാക്കി 35 വേർഡ്സിൻ്റെ ഉള്ളിൽ പറയുന്ന ലീഡാണ്, പാരഗ്രാഫിനെയാണ് സമ്മറി ലീഡ് എന്ന് പറയുന്നത്. ആ 6 എലമെൻറ്റുകൾ, 5W1H എന്ന് പറയുന്ന 6 എലമെൻറ്റുകൾ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പക്ഷേ നോ മോർ ദാൻ, അതായത് 35 വേർഡ്സിന് താഴെയായിരിക്കും ഇതുണ്ടാവുക. രണ്ടാമത്തെ നറേറ്റീവ് ലീഡ് എന്നുള്ളതാണ്. നറേറ്റീവ് ലീഡ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ലീഡ് ഓൺ ഫീച്ചർ ആൻഡ് നോൺ ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റോറീസ്. അതായത് ബ്രേക്കിംഗ് ന്യൂസ് സ്റ്റോറീസ് അല്ലാത്ത, അതായത് കോമൺ ആയിട്ട് വരുന്ന, കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ കൊടുക്കാറുള്ള ഒരു ലീഡാണ് നറേറ്റീവ് ലീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു റീഡേഴ്സിനെ അവർ റീഡ് ചെയ്യുമ്പോൾ തന്നെ ആ വാർത്ത കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിശദീകരിച്ച് കൊടുക്കുന്ന ഈ ലീഡുകളെയാണ് നറേറ്റീവ് ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ലീഡാണ് കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറയും. കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാസ്റ്റ് ലീഡ് കമ്പയർസ് ഓർ കോൺട്രാസ്റ്റ് വൺ പേഴ്സൺ ഓർ തിങ് വിത്ത് അനദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഓൾഡ് ആൻഡ് ന്യൂ, അല്ലെങ്കിൽ പഴയതും പുതിയതും, ഷോർട്ട് ആൻഡ് ടാൾ, അത് വലിപ്പമുള്ളതും ചെറുതുമായിട്ടുള്ളത്, അല്ലെങ്കിൽ യെസ്റ്റർഡേ ആൻഡ് ടുഡേ, ഇന്നലെയും ഇന്നുമായിട്ട്, അങ്ങനെ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ലീഡ്. അങ്ങനെ തുടങ്ങുന്ന ലീഡുകളെയാണ് കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് നല്ല മഴയാണ്, അല്ലെങ്കിൽ ഇന്നലെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് കൂടുതലായിട്ടുള്ള മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ തുടങ്ങുന്ന ലീഡുകളാണ് എന്തെന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ലീഡ് എന്ന് പറയുന്നത്. നാലാമത്തെ ലീഡാണ് സ്റ്റക്കാറ്റോ ലീഡ് എന്ന് പറയുന്നത്. സ്റ്റക്കാറ്റോ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് ഒരു ഓഡിയൻസിനെ വളരെ സിമ്പിളായിക്കൊണ്ട് ഒരു വാർത്തയിലേക്ക് കൊണ്ടുവരുന്ന, ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കുറച്ചും കൂടി പോയറ്റിക്കായിട്ടൊക്കെ എഴുതിയിട്ട് ഒരു ഓഡിയൻസിനെ അതിലേക്ക് കൊണ്ടുവരുന്ന, റീഡേഴ്സിനെ ഒന്നുകൂടി ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സ്റ്റക്കാറ്റോ ലീഡ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് എക്സാമ്പിളായിട്ട് അവിടെ നോക്കിക്കേ, ഫ്രൈഡേ ദ നൈറ്റ് ദ മ്യൂസിക് സ്റ്റോപ്ഡ്, ദ ഫസ്റ്റ് ഡേ ഓഫ് ദ പ്രിസൺ ടേം, 3649 ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അതായത് ഒരു വെള്ളിയാഴ്ച, ഇന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, രാത്രി ആ മ്യൂസിക്, ആ സംഗീതം അവസാനിച്ചു, ഇന്ന് എൻ്റെ ജയിലിൽ ആദ്യത്തെ ദിവസമായിരുന്നു, ഇനി 3641 ദിവസങ്ങൾ കൂടി കടന്നു പോകാനുണ്ട്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പറയുന്ന, വളരെ ഒരു ഡ്രമാറ്റിക്കായിട്ട് പറയുന്ന രീതിയിലുള്ള പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയൻസിനെ ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ലീഡുകളെയാണ് സ്റ്റക്കാറ്റോ ലീഡ് എന്ന് പറയുന്നത്. അടുത്താണ് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ പ്രമേഹ രോഗിയാണോ എങ്കിൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾ 36 വയസ്സ് കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുമല്ലോ. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു ലീഡാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉള്ളത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും റീഡേഴ്സ് അത് വായിച്ചു കൊണ്ടേയിരിക്കും. അടുത്തെന്താണ് ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്നുള്ളതാണ്. ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ ലീഡിൻ്റെ പോലെ തന്നെയാണ് ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കാര്യം എന്ന് പറയാം. 40 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾ പേടിക്കണം
എന്ന് പറയാറുണ്ടല്ലോ, അതാണ് ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറയുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ ലീഡ് എങ്ങനെയാണ് വരിക? നിങ്ങൾ പ്രമേഹ രോഗിയാണോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ, ആ ക്വസ്റ്റ്യൻ അത്തരത്തിലുള്ളതാണ് ക്വസ്റ്റ്യൻ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 40 വയസ്സിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം. പോയിന്റ് മനസ്സിലായി? ബിവെയർ ഇഫ് യു ആർ എബവ് 40. 40 വയസ്സിന് മുകളിലാണെങ്കിൽ നിങ്ങൾ പേടിക്കണം. 1 out of 5 Indians suffers from the serious respiratory ailments. സഫേഴ്സ് ഫ്രം സീരിയസ് റെസ്പിറേറ്ററി എയിൽമെൻറ്റ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണോ എന്ന് വെച്ച് അതിൽ അഞ്ചിൽ ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശ്വാസകോശപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന ഡയറക്റ്റായിട്ട് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടി ഡയറക്റ്റായിട്ടാണ് അഡ്രസ്സ് ചെയ്യുക. അവരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്ത് പോകുന്നതാണ് ഡയറക്റ്റ് അഡ്രസ് ലീഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തെന്താണ്? 7ാമത്തെ ലീഡാണ് കോട്ട് ലീഡ് എന്ന് പറയും. കോട്ട് അതായത് ഒരാൾ പറയുന്ന ഇപ്പോൾ ഒരു പ്രസംഗം, അതാണ് ഒരു സ്പീച്ചാണ് നിങ്ങൾ ന്യൂസ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്പീച്ചിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അയാൾ പറഞ്ഞത് അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ലീഡുകളെയാണ് കോട്ട് ലീഡ് എന്ന് പറയുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ നോട്ട് റിസൈൻ, ഞാൻ രാജിവെക്കില്ല. ഡിക്ലെയർ ദ CM പറയുന്നു ഞാൻ രാജിവെക്കില്ല എന്ന് പറയുന്നത്. അത്തരത്തിൽ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോട്ട് ലീഡുകൾ എന്ന് പറയുന്നത്. ദ കൊട്ടേഷൻ മേ ബി ദ മോസ്റ്റ് പവർഫുൾ വൺ ഇൻ ദ സ്റ്റോറി. അതായത് ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കണം എന്തെന്ന് പറയുന്നത്? ആ കോട്ട് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആ കോട്ട് ഉപയോഗിച്ചുകൊണ്ട് ലീഡ് തയ്യാറാക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോട്ട് ലീഡ് എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂസ് റൈറ്റിംഗ് എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ന്യൂസ് റൈറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്? അതിലൊന്നാമത്തത് ഐഡൻറ്റിഫൈ ദ സെൻട്രൽ പോയിൻ്റ് ഓഫ് ദ സ്റ്റോറി എന്നുള്ളതാണ്. അതായത് എന്താണ് വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പ്രിപ്പയർ എ ബ്രീഫ് ഔട്ട്ലൈൻ ഓൺ ദ 3 or 4 മേജർ പാർട്ട് ഓഫ് ദ സ്റ്റോറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർത്തയുടെ പ്രധാനപ്പെട്ട 3-4 ഭാഗങ്ങൾ, അതിൻ്റെ ഒരു ഔട്ട്ലൈന് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഒരു വാർത്തയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഔട്ട്ലൈന്, എങ്ങനെയാണ് വാർത്തകൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തത് യൂസ് ഷോർട്ട് ഫെമിലിയർ വേർഡ്സ് എന്നുള്ളതാണ്. വളരെ ഷോർട്ടായിട്ട്, അതായത് ഒരു ലെങ്തി ആയിട്ടുള്ള വാർത്ത നമുക്ക് സ്വാഭാവികമായിട്ടും റീഡ് ചെയ്യുന്നതിന് അത്ര സമയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുക? അത് ഷോർട്ടാക്കുക, വളരെ ചുരുക്കുക, ഫെമിലിയർ വേർഡ്സുകൾ ഉപയോഗിക്കുക. അതായത് റീഡേഴ്സിനെ ഒരിക്കലും ക്യാച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വേർഡുകൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെ വാർത്തകൾ എഴുതുക. 4ാമത്തെ പോയിന്റ് യൂസ് ഷോർട്ട് സെൻറ്റൻസ് ആൻഡ് ഷോർട്ട് പാരഗ്രാഫ്സ്. വളരെ ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസുകളും പാരഗ്രാഫുകളും ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ റീഡേഴ്സിന് എന്ത് കഴിയില്ല, എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് വായിച്ച് റീഡ് ചെയ്ത് പോകാൻ കഴിയാത്തത് കൊണ്ട്, അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് വളരെ ഷോർട്ട് സെൻറ്റൻസിൽ ഷോർട്ട് പാരഗ്രാഫിൽ ന്യൂസുകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് എലിമിനേറ്റ് അൺനെസസറി വേർഡ്സ് എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളയുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ ഒഴിവാക്കലിലൂടെ കുറേയധികം എന്ത് നടക്കും? ഒരു എഡിറ്റിംഗ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള വേർഡുകൾ, അനാവശ്യമായിട്ടുള്ള വാക്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഒരു ന്യൂസ് റൈറ്റിംഗ് പ്രോസസ്സിൽ ഒഴിവാക്കണം. 6ാമത്തെ പോയിന്റ് അവോയ്ഡ് ഓവർലോഡിങ് സെൻറ്റൻസ് വിത്ത് ദ അൺറിലേറ്റഡ് ഐഡിയാസ്. അതായത് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ന്യൂസുമായി ബന്ധപ്പെടാത്ത ഡാറ്റാസോ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ, വാക്യങ്ങൾ, മറ്റ് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. 7ാമത്തെ പോയിന്റ് യൂസ് റിലേറ്റീവ്ലി സിമ്പിൾ സെൻറ്റൻസ് ദാറ്റ് ഫോളോ നോർമൽ വേർഡ് ഓർഡർ, സബ്ജക്റ്റ്, വെർബ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സെൻറ്റൻസിൽ എഴുതണം. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്നുള്ളത്. അത്തരത്തിൽ സബ്ജക്റ്റ്, വെർബ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. 8ാമത്തെ പോയിന്റ് എന്താ? അവോയ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഒപ്പീനിയൻസ് എന്നുള്ളതാണ്. റീഡേഴ്സിന് സ്വാഭാവികമായിട്ടും ആ ന്യൂസ് എഴുതുന്ന ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒപ്പീനിയൻസോ ആവശ്യമില്ല. ഒരിക്കലും നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങളും കാര്യങ്ങളും അതിൽ എഴുതേണ്ട ആവശ്യമില്ല. ആ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അവോയ്ഡ് സ്റ്റീരിയോ ടൈപ്പിംഗ് പീപ്പിൾ ബൈ ദ റേസ്, ജെൻഡർ, ഏജ്, എത്നിക് ഗ്രൂപ്പ് ഓർ റിലീജിയൻ. സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. മുൻധാരണകളോട് കൂടിയിട്ട് പീപ്പിൾസിനെ ജഡ്ജ് ചെയ്യുന്ന രീതി ഒഴിവാക്കുക. അത് ജാതി, മതം, വർഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രൂപ്പുകളോ തുടങ്ങിയുള്ള കാര്യങ്ങളുടെ ഒക്കെ പേരിൽ ഒരാളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് വെക്കുന്ന രീതികളിൽ നിന്നും ഒഴിവാക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ന്യൂസുകൾ തയ്യാറാക്കേണ്ടത്.
അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.